ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ, സെൻറ്റർ ഓഫ് വെലോസിറ്റി, സെൻറ്റർ ഓഫ് ആക്സലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പ്രാവശ്യം നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് മാസ്, എക്സ് സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ആർ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1 r1 പ്ലസ് m2 r2 പ്ലസ് അങ്ങനെ പോയി പ്ലസ് m1 r1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ, m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര അപ് ടു mn എന്നാണ്. അപ്പോൾ ഇനി ഇൻ കേസ് ഈ ഒരു ബോഡി ഒരു സ്റ്റേഷനറി ആണെന്ന്, ടോട്ടൽ സെൻറ്റർ ഓഫ് മാസ് ഈസ് സ്റ്റേഷനറി. പക്ഷേ അതിൻ്റെ അർത്ഥം ഓരോന്നും മൂവ് ചെയ്യുന്നില്ലെന്നല്ല. ഇപ്പം രണ്ട് ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ഒരു ബോഡി ഇങ്ങോട്ട്, ഒരു ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. നമ്മൾ അതിന് രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് സെൻറ്റർ ഓഫ് മാസ് ഒരിക്കലും മാറുന്നില്ല. അങ്ങനെയുള്ള കേസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് dr ചേഞ്ചിൻ ചെറിയൊരു പോർഷൻ നമ്മൾ അതിനകത്ത് എടുക്കുകയാണെങ്കിൽ m1 ഇൻറ്റു dr1 പ്ലസ് m2 ഇൻറ്റു dr2 പ്ലസ് അങ്ങനെ പോകുന്നു ബൈ m1 പ്ലസ് m2 പ്ലസ് mn drn ഡിവൈഡഡ് ബൈ പ്ലസ് mn. അപ്പോൾ dr എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ. അപ്പോൾ dr എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ dx, അതെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് സ്റ്റേഷനറി ആണെങ്കിൽ അല്ലെങ്കിൽ അത് റെസ്റ്റിലാണെങ്കിൽ എന്താണ്, അതിനൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ലല്ലോ. സെൻറ്റർ ഓഫ് മാസിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ദാറ്റ് മീൻസ് ഇത് എന്തായാലും നമുക്ക് 0 ആയിരിക്കും. 0 ഈസ് ഈക്വൽ ടു m1 dr1 പ്ലസ് m2 dr2 അങ്ങനെ പോകുന്നു പ്ലസ് mn drn ബൈ ടോട്ടൽ m1 പ്ലസ് m2 പ്ലസ് ഇങ്ങനെ പോകുന്നു പ്ലസ് mn. അപ്പോൾ നമുക്കറിയാം മാസ് എന്തായാലും 0 ആവാൻ പാടില്ല, കാരണം ഒരു മാസ് ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ദിസ് കനോട്ട് ബി 0. അപ്പോൾ എന്താണ്, ദിസ് ടേം ടെൻസ് ടു 0. അപ്പം m1 dr1 പ്ലസ് m2 dr2 പ്ലസ് ഇങ്ങനെ പോയി mn drn ഇസ് ഈക്വൽ ടു 0. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻറ്റർ ഓഫ് മാസ് 0 ആണ്. എപ്പോഴാണ്? സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഓരോ എക്സും x1 x2 x3 ഒക്കെ ചേഞ്ച് ആവുന്നില്ല. അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ടാവും, ബട്ട് ടോട്ടൽ സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ആവുന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ m1 dr1 എന്നുള്ളത് നമ്മൾ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ m1 x1 പ്ലസ് m2 x2 പ്ലസ് ഇങ്ങനെ പോയി mn xn ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് സ്റ്റേഷനറി ആയിരിക്കുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m1 ഇൻറ്റു x1 പ്ലസ് m2 ഇൻറ്റു x2 അങ്ങനെയുള്ള കേസ്. ഇതേമാതിരി തന്നെ നമുക്ക് എന്താണ് നമ്മുടെ വെലോസിറ്റിയുടെ കേസും എഴുതാം. വെലോസിറ്റി അതേമാതിരി തന്നെ ആക്സലറേഷൻ, ഇതിൻ്റെ എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം ഇതിപ്പം സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുന്നില്ല, സെൻറ്റർ ഓഫ് മാസ് 0 എന്നുള്ള കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതേപോലെ തന്നെ ഈ സെൻറ്റർ ഓഫ് വെലോസിറ്റി, ഇപ്പോൾ സെൻറ്റർ ഓഫ് വെലോസിറ്റി എന്താ, സെൻറ്റർ ഓഫ് മാസ് എഴുതിയ പോലെ തന്നെ സെൻറ്റർ ഓഫ് വെലോസിറ്റി cm ഇസ് ഈക്വൽ ടു എന്താണ്, m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര പ്ലസ് mn. ഇതാണ് സെൻറ്റർ ഓഫ് വെലോസിറ്റി. ഇനി സെൻറ്റർ ഓഫ് വെലോസിറ്റി 0 ഇഫ് സെൻറ്റർ ഓഫ് വെലോസിറ്റി അതായത് vcm ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m1 m2 m3 ഒന്നും 0 ആവാൻ ചാൻസ് ഇല്ല. സോ ദാറ്റ് ഇംപ്ലൈസ് m1 v1 പ്ലസ് m2 v2 പ്ലസ് ഇങ്ങനെ പോയി പ്ലസ് mn vn ഈസ് 0. ഇതിപ്പോൾ രണ്ട് വെലോസിറ്റി ഉള്ളൂ എന്ന് കരുതുക. m1 v1 പ്ലസ് m2 v2 രണ്ടെണ്ണം ആണെങ്കിൽ ബൈ m1 പ്ലസ് m1 പ്ലസ് m2 ആയിരിക്കും എന്ത്, നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ്. അപ്പം ഇഫ് ഇത് നമുക്ക് 0 ആണെങ്കിൽ ദിസ് വൺ ഇസ് m1 v1 പ്ലസ് m2 v2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കേസിൽ ഇഫ് ഈ സെൻറ്റർ ഓഫ് വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, സ്റ്റാർട്ടിങ് എൻഡിങ് വെലോസിറ്റി എല്ലാം 0. ഇനി ഇതേമാതിരി തന്നെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സിലറേഷൻ
ആക്സലറേഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ A1 V1 പ്ലസ് A2 V2 പ്ലസ് A1 M1 പ്ലസ് A2 M2 പ്ലസ് A3 M3 ഇങ്ങനെ പോയി പ്ലസ് AN MN ഡിവൈഡഡ് ബൈ ഇതേമാതിരി തന്നെ A1 M1 പ്ലസ് M2 പ്ലസ് MN. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ സെൻറ്റർ ഓഫ് മാസ് 0 ആയി പോവുകയാണെങ്കിൽ എഗെയിൻ എന്താണ് നമ്മുടെ A1 M1 പ്ലസ് ഇത് 0 ആവാൻ പാടില്ലല്ലോ A2 M2. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ വരാൻ വൺ സിംഗിൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. AN MN ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 0. ഇനി ഈ കണ്ടീഷൻസ് ഒക്കെ എപ്പോഴാണ് വരുന്നത് നോക്കുക. ഒരു വലിയൊരു ബോഡി ഏകദേശം എന്തെങ്കിലും ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോഡിയിൽ ഇനി ഇതേമാതിരി തന്നെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഫോഴ്സും ഉണ്ടാകും. ഇങ്ങനൊരു ബോഡിയിൽ കുറേ ഫോഴ്സ് ഉണ്ട്. ഈ പോയിൻ്റ് X1-ൽ V1 ആണ്. അതേമാതിരി തന്നെ അതിലൊരു ഫോഴ്സ് ഉണ്ട്, F1 ഫോഴ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് പോയിൻ്റാണ്. ഇനി ഇവിടെ ഒരു സെക്കൻഡ് പോയിൻ്റ് ഉണ്ട്, അതിൽ F2 ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. വേറൊരു തേർഡ് പോയിൻ്റിൽ അതിന് ഒരു X2 ഉണ്ട്, V2 ഉണ്ട്. ഇതൊരു F3 ആണ്. ഇതിലൊരു F3 ആക്ട് ചെയ്യുന്നു. അത് ഈ ഡയറക്ഷനിൽ അത് വന്നിട്ട് അതിൻ്റെ പോയിൻ്റ് X3 ആണ്. അതിനൊരു V3 വെലോസിറ്റി ഉണ്ട്. ദെൻ അനദർ പോയിൻ്റ് ഇവിടെ നമ്മൾ കുറേ പോയിൻറ്റ്സ് ഒക്കെ നേരത്തെ പഠിച്ചില്ല. ഈ F4 പോയിൻ്റ് ഉണ്ട്, അതിങ്ങനെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ഫോർത്ത് പോയിൻറ്റിൽ ഇറ്റ് ഹാസ് എ വെലോസിറ്റി ഓഫ് V4. അപ്പോൾ ഇങ്ങനെ പലതുണ്ട്, ബട്ട് പല ഫോഴ്സും ഉണ്ട്. ബട്ട് നമ്മൾ വിചാരിക്കുകയാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇതിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെന്നല്ല. ഇതിനകത്ത് ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സെൻറ്റർ ഓഫ് മാസ് ഓഫ് പൊസിഷൻ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഈ എൻ്റയർ ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് 0, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം എന്താണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ മാസ് നമുക്ക് ഒരിക്കലും 0 ആക്കാൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് എന്താണ്, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ ഈസ് 0 അല്ലേ. മാസ് ഒരിക്കലും നമുക്ക് കാരണം M1 A1 പ്ലസ് M2 A2 അങ്ങനെ ഓരോ, അല്ലെങ്കിൽ ഇത് F1 പ്ലസ് F2 അല്ലേ. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 പ്ലസ് F3 അതെല്ലാം കൂടെ വരുന്നതാണ് M1 A1 പ്ലസ് M2 A2 അല്ലേ. ഇങ്ങനെ പോകുന്നത്. ബട്ട് സെൻറ്റർ ഓഫ് മാസ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആക്സലറേഷൻ ടേം ആയിരിക്കും എന്താവുന്നത്, മാസ് F net ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഇൻറ്റു ടോട്ടൽ ആക്സലറേഷൻ, അല്ലെങ്കിൽ മാസിൻ്റെ ടോട്ടൽ മാസ് ഇൻറ്റു സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ, അല്ലെങ്കിൽ ടോട്ടൽ ആക്സലറേഷൻ. ദാറ്റ് ഇഫ് സെൻറ്റർ ഓഫ് മാസ് 0 ആണെന്ന് പറയുകയാണെങ്കിൽ ആക്സലറേഷൻ ഓഫ് മാസ് 0 ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം ആക്സലറേഷൻ എന്താണ്, dv/dt. അപ്പം ഈ ടേം 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്നത് കാരണം dv/dt എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സാധനം കോൺസ്റ്റൻ്റ് ആണെന്ന്. അപ്പോൾ നമുക്കിപ്പം സെൻറ്റർ ഓഫ് ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോഴ്സ് എൻ്റയർ നെറ്റ് ഫോഴ്സ് F net is 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം F net ഓഫ് എൻ്റയർ സിസ്റ്റം ഈസ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ ഈസ് 0. കാരണം മാസ് 0 ആവാൻ പറ്റില്ല, ആക്സലറേഷൻ 0 ആണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ 0. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ 0 ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി. എല്ലാ വെലോസിറ്റി ആ ബോഡിയിലുള്ള എൻ്റയർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലും ഫൈനലും ഒക്കെ എന്താകും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് 0, കോൺസ്റ്റൻറ്റ്. ഇനി ഏതെങ്കിലും കേസിൽ പറയുകയാണ് ദിസ് ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, വി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വി ഇനിഷ്യൽ 0 ആണ്. വി ഇനിഷ്യലും വി ഫൈനലും എല്ലാം കോൺസ്റ്റൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, വി ഫൈനലും 0 ആയിരിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത്
സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഒരു ബോഡിയുടെ നെറ്റ് ഫോഴ്സ് ഇസ് 0, അത് റെസ്റ്റ് ആണെങ്കിൽ, ഇനിഷ്യൽ 0 എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, അല്ലെങ്കിൽ ആ ബോഡി 2 പോയിൻറ്റേ ഉള്ളതെന്ന് വിചാരിക്കും, ഇനിഷ്യലും ഫൈനലും. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണ്, അതിനകത്ത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബോഡി ഉണ്ട്, അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും, അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയും 0 ആയിരിക്കും. കാരണം അങ്ങനെ ആവാൻ പാടുള്ളൂ. കാരണം അത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സലറേഷൻ എന്തായാലും 0 ആയിരിക്കും. ആക്സലറേഷൻ 0 ആയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇച്ചിരി തിയറിയാണ്, എന്നാലും ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. വെലോസിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആ ആക്സലറേഷൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ ടേം 0 ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുന്നു. കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈക്വൽ ആണല്ലോ. ആ ഈക്വൽ ആയിരിക്കുന്ന കേസിൽ ഇഫ് ഇൻ കേസ് ഇനിഷ്യൽ എവിടെയെങ്കിലും ഇത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നോ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫൈനലും 0 തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല, സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും അതിൻ്റെ 0 ആയിരിക്കും. കാരണം വെലോസിറ്റി അറ്റ് ഓൾ ദ പോയിന്റ് ഈസ് 0. അപ്പോൾ അതിനുള്ള ഇതുവരെ വന്ന് വേറെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് 2015 ഒരു പ്രോബ്ലമാണ്. 2 ഒബ്ജക്ട്സ് P ആൻഡ് Q, 2 ഒബ്ജക്ട്സ് ഉണ്ട്, P ആൻഡ് Q ആണ് അത് രണ്ടെണ്ണം. അതെന്താ പറഞ്ഞേക്കുന്നത്, ഇനിഷ്യലി റെസ്റ്റിലായിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സ് ആണ് P ആൻഡ് Q. മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ അണ്ടർ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ at the instant when velocity of P is v and Q is 2v, the velocity of center of mass of the system. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്കറിയാം എന്താണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1v1 പ്ലസ് m2v2 ബൈ m1 പ്ലസ് m2. നമ്മൾ വേഗം ഇതൊക്കെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് പോകും. ബട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടു മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ അണ്ടർ മ്യൂച്വൽ അട്രാക്ഷൻ. 2 ബോഡി ഉണ്ട്, വൺ ഈസ് P, ഇത് Q. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യലി അറ്റ് റെസ്റ്റിലായിട്ടുള്ള 2 പോയിൻറ്റ്സ്, ബട്ട് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇത് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ്റെ പേരിലാണ് ഇവരിങ്ങോട്ട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം എന്താണ്, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫോഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ്. പിന്നെ ഇനിഷ്യൽ വെലോസിറ്റി റെസ്റ്റിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ m1a1 പ്ലസ് m2a2 എന്നെല്ലാം പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. ഇഫ് ആക്സലേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഷുഡ് ബി എന്താണ്, v ഈസ് കോൺസ്റ്റൻറ്റ്. v എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് v ഓഫ് സെൻറ്റർ ഓഫ് മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് സെയിം ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി അതിൻ്റെ വെലോസിറ്റി എന്താണെന്നാണ് പറയുന്നത്, ഇനിഷ്യലി ദാറ്റ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. അത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലൈ ചെയ്യേണ്ടത്. നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, ഇത് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ്റെ പേരിൽ മാത്രമാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടുവേർഡ്സ്. അന്നേരം ആ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ ഈസ് 0. അതാണിത്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ സെൻറ്റർ ഓഫ് മാസ് ആണ് m1a1 പ്ലസ് m2a2 എന്നൊക്കെ പറഞ്ഞ സാധനം 0 ആയിരിക്കും. ഇതിൻ്റെ കേസിൽ തന്നെ പറയുകയാണ്, അങ്ങനെ അത് 0, ആക്സലറേഷൻ 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ, ആക്സലറേഷൻ ഈസ് 0, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ 0. ദാറ്റ് മീൻസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് നമ്മുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ഇനിഷ്യൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി അറ്റ് റെസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് അത് 0 ആയിരിക്കും. അത് 0 ആണെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റിലും സെൻറ്റർ ഓഫ് മാസ് ഓഫ് അതിൻ്റെ വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും 0 ആയിരിക്കും. അപ്പോൾ ഇത് 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെ ഇങ്ങനെ എഴുതിപ്പോവും. അത് എഴുതുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയേക്കണം, അതിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ, അതിങ്ങനെയുള്ള മ്യൂച്വൽ അട്രാക്ഷൻ, അതല്ലെങ്കിൽ ചുമ്മാ 2 ബോഡി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വീഴുക, അതിനൊന്നും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇല്ല. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി ഈ പ്രോബ്ലം. ഓക്കെ.
ഇത് 2025 വന്നൊരു പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. 2 objects ഓഫ് മാസ് 1 kg ആൻഡ് 2 kg. 2 ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് 1 kg ആൻഡ് 2 kg ആണ്. മാസ് 1 kg 2 kg ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ വിത്ത് ആക്സിലറേഷൻസ് 2 meter per second square and 3 meter per second square respectively on a smooth horizontal surface. The acceleration of the center of mass of the system. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് 2025 പ്രോബ്ലം ആണ്. അതായത് വേറെ മ്യൂച്വൽ അട്രാക്ഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 0 എഴുതി പോകരുത്. 2 മാസ് ഉണ്ട്. ഒരു മാസ് 1 kg മാസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് 2 kg. അത് രണ്ടും മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ഈസ് ഈക്വൽ ടു 2 meter per second square. Then again A2 is equal to എത്രയാണ് പറഞ്ഞേക്കുന്നത് 3 meter per second square. അപ്പം നമുക്ക് എന്തറിയാം? നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു A1 m1 plus A2 m2 ഡിവൈഡഡ് ബൈ m1 plus m2. ഇതാണ് നമ്മുടെ m1 ഈസ് ഈക്വൽ ടു 1 kg, m2 ഈസ് ഈക്വൽ ടു 2 kg. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. A1 നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തത്. 2 വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ട്. മാസിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ബട്ട് A1 ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. A1 ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, അതായത് ടുവേർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 1 kgയിലുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് പോസിറ്റീവ്. അപ്പം മറ്റേ ഡയറക്ഷൻ നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും? ദാറ്റ് ഈ 2 kg മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കത് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അത് മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് പോസിറ്റീവായിട്ട്, ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മൾ ഇമ്പൾസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബോൾ വന്ന് ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നെഗറ്റീവ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഇതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഓക്കെ, സോ നമുക്കിതങ്ങോട്ട് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2. m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kg, 2 into 1 പ്ലസ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ -3 ആണ്. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. -3 into m2 എന്ന് പറഞ്ഞാൽ over 2. ഇനി m1 plus m2 എന്ന് പറഞ്ഞാൽ എത്ര? 1 plus 2. തിയറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നെങ്കിലും പ്രോബ്ലംസ് എല്ലാം ഇതുമാതിരി സിമ്പിളായിരിക്കും. അപ്പോൾ 2 into 1 2 -6 അല്ലേ വരുന്നത്. അപ്പോൾ 2 - 6 ഡിവൈഡഡ് ബൈ 2 1 3. സോ -4/3 ആണ് ഇതിൻ്റെ എത്രയാണ്? ആക്സലറേഷൻ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2, ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ, ഇങ്ങോട്ടാണിത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈനസ്. അപ്പം ആൻസർ 4/3 ആണ്. 4/3 2 ഉണ്ട്. 4/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2 kg. ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2 kg ആണല്ലോ. 2 kg മാസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിലാണ് നമുക്ക് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കൊടുക്കുക. പോസിറ്റീവായിട്ട് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിരിക്കും. ആ നെഗറ്റീവിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ ആ ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ച് നമുക്ക് ഇവിടെ പോസിറ്റീവ് ആൻസറാണ് കിട്ടിയിരുന്നെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 1 kg ആയാലും ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. വെലോസിറ്റി, സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി, സെൻറ്റർ ഓഫ് മാസ് ഓഫ് പൊസിഷൻ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ എന്ത് വന്നാലും ദാറ്റ് ഈസ് A1 m1 plus A2 m2 by m1 plus m2. ഇനി ഇതിനകത്ത് ഇങ്ങനെയുള്ള ഫോഴ്സ് ഒന്നും ആക്സലറേഷൻ ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് മ്യൂച്വൽ അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിലാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അല്ലാത്ത കേസിൽ നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് പരസ്പരം എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2022 ഒരു പ്രോബ്ലം ആണ്. ഇതും ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എ മാൻ weighing 70 kg ഈസ് റൈഡിങ് ഓൺ എ കാർട്ട് ഓഫ് മാസ് 30 kg വിച്ച് മൂവ്സ് അലോങ് എ ലെവൽ ഫ്ലോർ അറ്റ് എ സ്പീഡ് ഓഫ് 3 meter per second. If he runs on the cart
so that his velocity relative to the cart is 4 meter per second in the direction opposite to the motion of the cart. The speed of center of mass of the system. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റമാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു മനുഷ്യൻ, ഇതൊരു വണ്ടിയാണെന്ന് വിചാരിക്കുക. ആ വണ്ടി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതിൻ്റെ വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. എന്ത്? വെലോസിറ്റി ഓഫ് കാർട്ട് എത്ര തന്നേക്കുന്നത്? വെലോസിറ്റി ഓഫ് കാർട്ട് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു വണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അതിനകത്തൊരു മനുഷ്യനുണ്ട്. ആ സെൻറ്റർ ഓഫ് കാർട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട് 30 kg. ഇനി മാസ് ഓഫ് മാൻ എന്ന് ഞാൻ എഴുതുവാണ്. അത് എത്ര? 70 kg വെയിറ്റുള്ള ഒരു മനുഷ്യൻ അതിനകത്തുണ്ട്. അങ്ങേര് എന്തുവാ ചെയ്യുന്നത്? ഇങ്ങേരാണ് മനുഷ്യൻ. അങ്ങേര് എന്താ ചെയ്യുന്നത്? അങ്ങേര് ഹി റാൻസ് ഓൺ ദ കാർട്ട്. അങ്ങേര് ഈ വണ്ടിക്കകത്ത് കിടന്ന് ഓടുക. അങ്ങേറെ എന്താണ് പറഞ്ഞേക്കുന്നത്? വെലോസിറ്റി റിലേറ്റീവ് ടു ദ കാർട്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് മാൻ റിലേറ്റീവ് ടു ദ കാർട്ടാണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വെലോസിറ്റി ഓഫ് മാൻ മൈനസ് വെലോസിറ്റി ഓഫ് കാർട്ട്. അതെന്താ തന്നേക്കുന്നത് നമുക്ക്? വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു കാർട്ട് എന്ന് പറയുന്നത് 4. ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമ്മൾ കാർട്ടിൻ്റെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദ കാർട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം. സോ ദാറ്റ് ഈസ് -4 ആണ് തന്നേക്കുന്നത് അല്ലേ. പക്ഷെ നമുക്കിത് വേണ്ടത് എന്താ? നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റീവ് മോഷൻ അല്ല വേണ്ടത്. ഇയാൾ വിത്ത് റെസ്പെക്ട് ടു കാർട്ടാണ് ഈ -4 എന്ന് പറഞ്ഞത്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത്. സോ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു കാർട്ട് എന്ന് പറയുന്നത് -4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മാൻ മൈനസ് വെലോസിറ്റി ഓഫ് കാർട്ട്. വെലോസിറ്റി ഓഫ് മാൻ നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. വെലോസിറ്റി ഓഫ് മാൻ മൈനസ് വെലോസിറ്റി ഓഫ് കാർട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് -4. സോ VM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. -4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ മനുഷ്യൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് -1 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് -1 എന്ന് അറിയാലോ? ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മാൻ 4 മീറ്റർ പെർ സെക്കൻഡ് ഓപ്പോസിറ്റിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് മൈനസായിട്ട് എടുത്തത്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VM മൈനസ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സിമ്പിളായിട്ട് ഇത്ര ഓർത്താൽ മതി. വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു കാർട്ടാണ് തന്നിരിക്കുന്നത്, റിലേറ്റീവ് ടു കാർട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഡയറക്റ്റ് മാസ് വെലോസിറ്റി അല്ല, ഗ്രൗണ്ടുമായിട്ടുള്ള വെലോസിറ്റി അല്ല, കാർട്ടുമായിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 4 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ -4 എടുത്തത്. അങ്ങനെയാണ് നമുക്ക് -1 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇക്വേഷൻ എന്താ? M1 അല്ല, M അല്ല, ഇവിടെ നമ്മുടെ കേസിൽ MCVC, കാർട്ടിൻ്റെ വെലോസിറ്റി ഇൻറ്റു കാർട്ടിൻ്റെ മാസ് പ്ലസ് മാൻ്റെ വെലോസിറ്റി ഇൻറ്റു മാൻ്റെ വെലോസിറ്റി ഇൻറ്റു മാൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് കാർട്ട് പ്ലസ് വെലോസിറ്റി ഓഫ് മാൻ. MC പ്ലസ് MN. ഇനി എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? MC എത്രയാണ് നമുക്ക് കിട്ടിയത്? 30 kg. അപ്പോൾ 30 ഇൻറ്റു കാർട്ടിൻ്റെ വെലോസിറ്റി ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 3 പ്ലസ് അടുത്ത എന്താ? വെലോസിറ്റി ഓഫ് മാൻ. ഒരു മനുഷ്യൻ്റെ വെയിറ്റ് എത്രയാണ്? 70 kg. അങ്ങേരുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നോർമൽ വെലോസിറ്റി. ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ 30 + 70. അപ്പോൾ നമുക്ക് 30 ഇൻറ്റു 3 90. ഇവിടെ മൈനസ് വരുമല്ലോ. 90 - 70 ഡിവൈഡഡ് ബൈ 30 100. അപ്പോൾ 20/100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ്. വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓഫ് ദ സിസ്റ്റം, എൻ്റെ സിസ്റ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 0.2. ഓക്കെ, 0.2 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി സിമ്പിൾ അല്ലേ? ഈ കൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക, മൈനസ് ഇടാൻ മറന്നു പോകരുത്. ഏത് കേസാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എവിടെ കാണുന്നോ അവിടെ നിങ്ങൾ മൈനസ് ഇട്ട് വേണം. നിങ്ങൾക്ക് ഇത് തിരിച്ച് ഇതും ആക്കാം, ഇത് മൈനസ് ആക്കാം, ഇത് പ്ലസ് ആക്കാം, ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ എന്തുവായാലും നമ്മൾ ഒരു ഡയറക്ഷൻ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ
ഇതായിരിക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് പിന്നെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് വെലോസിറ്റി, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആക്സലറേഷൻ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കുക, കളയരുത്. ഇതിനകത്ത് നിന്ന് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. അത് വന്നാൽ നമുക്ക് ചെയ്യാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. ബട്ട് ഇതുമാതിരി സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സ്പീഡാണെങ്കിലോ എന്തെങ്കിലും ഇതിൽ വ്യത്യാസം വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാവരും മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്താലേ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും, ഈ പ്രോബ്ലം ചെയ്താൽ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ല. ചെയ്ത് പഠിക്കണം. എല്ലാവരും ബുക്കും പേനയും എടുക്കുക, ചെയ്യുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് കാണാതെ ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അങ്ങ് സിമ്പിൾ ആയിക്കോളും. അപ്പം വരുന്ന എല്ലാ പ്രോബ്ലംസും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക, കാണാതെ പഠിക്കുക. ഈ പ്രോബ്ലംസ് തന്നെ റിപ്പീറ്റ് ചെയ്താലും മതി, നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ.